നമുക്കൊരു മത്തങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും 2-3 പച്ചമുളക് കീറിയിട്ടതും കുറച്ച് മുളക് പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് ഇളക്കി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവിയതും അതിൻ്റെ കൂടെ 2-3 ചുവന്നുള്ളിയും ചെറിയ ജീരകവും ചേർത്ത് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ അരപ്പ് നമുക്ക് വെന്ത് വരുന്ന മത്തങ്ങയിലേക്ക് ചേർക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിക്കാൻ വയ്ക്കുക. നല്ലപോലെ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതിനകത്ത് ചെറിയ ചൂടായി വരുമ്പോൾ നമുക്കിനി കടുക് താളിക്കാം. കടുകും ഉലുവയും ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ച് അതിനുശേഷം കറിവേപ്പില ഇട്ട് അവസാനം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് മുളക് പൊടിയും കൂടി അതിനകത്തേക്കിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് നമ്മളുടെ മത്തങ്ങ പുളിശ്ശേരിയിലേക്ക് നമ്മുടെ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചൂടോടെ ഇരിക്കുന്ന നമ്മുടെ മത്തങ്ങ പുളിശ്ശേരിയിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവറും കുറച്ച് ടേസ്റ്റും കൂടുതലായിട്ട് കിട്ടും.